ആരാധികമാരോടാണോ ആരാധകന്മാരോടാണോ കൂടുതൽ താല്പര്യം? ഇപ്പൊ അവസരമുണ്ട് ചോദ്യം മാറ്റാൻ. എന്ത് ചോദ്യം? അല്ല, അതിനുള്ള കാരണം ഞാൻ തന്നെ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാറ്റ് മൗണ്ടിലല്ലേ, ചേരാനല്ലൂർ ക്യാറ്റ് മൗണ്ട് ജിമ്മിലാണ് ഉണ്ണിച്ചേട്ടൻ പോണത്. ഞാൻ കാണാറുണ്ട് ഡെയിലി. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞാണ് വൈഫ് അമൃതയിലാണ് പഠിക്കണത്. അപ്പൊ അമൃതയുടെ മുമ്പിൽ കൂടെയാണ് ഉണ്ണിച്ചേട്ടൻ പോവാറ്. ഒരു ദിവസം ഞാൻ അവിടെ ഗേറ്റിന്റെ മുമ്പിൽ വൈഫിനെ ആക്കിയിട്ട് നിൽക്കുമ്പോൾ ചേട്ടൻ അതേ കൂടി ഹോണ്ട സിറ്റി കാറിൽ പാസ് ചെയ്ത് പോയി. ഞാനും ചിരിച്ചു, വൈഫും ചിരിച്ചു. പക്ഷെ ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചില്ല. നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. അത് സത്യം സത്യം അവര് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം, നീരജ് സൂക്ഷിച്ച് നടക്കുക. അല്ല, ഉണ്ണി കണ്ടില്ല. അല്ല, പെട്ടെന്ന് രണ്ടാമത് വേറൊരു ദിവസവും ജിമ്മിന്റെ മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്താണ് ചേട്ടൻ പോവാറ്. അപ്പൊ ഞാൻ അതുവഴി ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഹെൽമെറ്റ് വെക്കി നോക്കിയപ്പോഴും ചേട്ടൻ ബൈക്കിനെ നോക്കിയാണ് ചിരിച്ചു. ഇതെന്താ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ നോക്കി കാണും, പക്ഷെ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പിന്നെ ബാക്കിലിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന നിങ്ങളുടെ വൈഫിനെ നോക്കി കാണും. പക്ഷെ ഞാൻ അവിടെ നോക്കുന്ന സമയത്തായിരിക്കും ഇങ്ങോട്ട് നോക്കി കാണാം. ആയിരിക്കണം. അപ്പോഴാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മ ഉണ്ടാവുന്ന ഒരു മനഃശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ അവന് കൃത്യമായിട്ട് സംഭവം. ഒരു മാസത്തിന് ഇടയ്ക്ക് ചേട്ടൻ സിനിമാക്സിൽ വന്നപ്പോ തിയേറ്ററിന്റെ അകത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പോഴും ഞാനും എനിക്ക് വ്യക്തമായിട്ടെല്ലാം ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോഴും അതിന്റെ അർത്ഥം നിങ്ങളുടെ ഞാൻ ക്യാപ്പ് വെച്ചോ ഇല്ലയെന്ന് ഓർമ്മയില്ല, പക്ഷെ ഞാൻ വൈഫിനെ നോക്കിയെന്ന് ഓർമ്മയുണ്ട്. തോന്നലായിരിക്കും. ബിക്കോസ് സിനിമ കണ്ടിട്ടുണ്ടോ? അത് ഇതങ്ങനെ ആയിരിക്കും. കാര്യം ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഉണ്ണിനെ വെച്ചിട്ട് ഉണ്ണി അങ്ങനെയുള്ള സാധ്യത നോക്കിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ സാധ്യത കുറവായിരിക്കും. 3 തവണ അതൊരു തോന്നലായിരിക്കും മേ ബി. ആണ് അശ്ര പറഞ്ഞ ശരിയാണ്. അതൊരു തോന്നലാവാൻ സാധ്യതയുള്ളൂ. പക്ഷെ എനിക്ക് ശരിക്കായിട്ട് അത് ഫീൽ ചെയ്തു. പക്ഷെ എന്തായാലും ഭാര്യ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നിന്നെ മറക്കില്ല. ഇനി എന്തായാലും പാസിംഗ് ആയാലും സ്റ്റോപ്പ് ആയാലും കണ്ടിരിക്കും. വിവേകല്ലേ പേര്? വിവേക്. താങ്ക് യു വിവേക്. പിന്നെ ലുക്മാനോട് അങ്ങനെ ചെയ്യില്ല. ലുക്മാനെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ വർക്ക് ചെയ്ത ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. ലുക്മാൻ ഒരു ഇപ്പൊ വിവേകിന്റെ പ്രശ്നം മനസ്സിലായി. വിവേക് പലപ്പോഴും നമ്മളെ നോക്കാറുണ്ട്, തിരിച്ചു നോക്കാൻ പറ്റാത്തോണ്ട് ഉള്ള പ്രശ്നങ്ങളാണ്. ചോദ്യം റിജക്ട് ചെയ്തു. ലുക്കിനുള്ള ചോദ്യം ചോദിച്ചിട്ട് ഇരുന്നാ മതി. ഞാൻ മാത്രം ചോദിച്ചിട്ട് വിടുന്നുള്ളൂ. ചോദ്യമായിരുന്നില്ല, അത് പറയാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് മൈക്ക് തിരിച്ചു കൊടുത്തത്. ഇനിയിപ്പോ മോശമാണെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. പക്ഷെ സാറ് ടെൻഷനിലാണ്, പെട്ടെന്ന് ചോദിക്കും. സിനിമയുടെ പേര് ഞാൻ പറയാനില്ല. ലുക്മാൻ അതിനകത്ത് അഭിനയിക്കാൻ വന്നാണ്. ഒരു റോൾ ഉണ്ടായിരുന്നു. ഞാനത് സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്ത് പുള്ളി ഡയലോഗൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഷോട്ടിന്റെ സമയത്ത് പെട്ടെന്ന് തകിടം പറഞ്ഞു. ക്യാരക്ടേഴ്സ് അങ്ങോട്ട് ചേഞ്ച് ആയി. ലുക്മാൻ പടത്തിൽ വന്നില്ല. അന്ന് ലുക്മാൻ ഭയങ്കര വിഷമിച്ചൊക്കെയാണ് പോയത്. അപ്പം ഞാനും അമർനാഥ് എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിൽ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പടം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പം ഞങ്ങളന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡീൽ ചെയ്തത് ലുക്മാനെ ഡീൽ ചെയ്ത് ഞങ്ങളായിരുന്നു. അപ്പം നമ്മളൊരു പടം ചെയ്യുമ്പോൾ ലുക്മാൻ എന്തായാലും ഇത് കൊടുക്കണം എന്നൊക്കെ അന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കേൽപ്പത്തിലെ ട്രെയിലറിൽ ലുക്മാനെ കണ്ടപ്പോഴാണ് നമുക്കൊരു സന്തോഷം. അതാണ്. നല്ല ടാലന്റ് ഉണ്ടെങ്കിൽ എങ്ങനെയായാലും അത് എത്തിയിരിക്കും. നാളെ ഹീറോ ആയിട്ട് ചെയ്യാമെന്നാണ്. നാളത്തെ ഹീറോ ആണ് നമ്മുടെ ലുക്മാൻ. പിന്നെ തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം ഭാഗങ്ങളിലെ സ്ലാങ് എന്ന് പറയുമ്പോൾ ഒരു കൗതുകമുണ്ട് കേൾക്കുമ്പോൾ. മലപ്പുറം, കാസർഗോഡ് കുറച്ച് സ്ഥിതി വ്യത്യസ്തം തോന്നുന്നു. അപ്പം കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഈ സിനിമ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതിൽ ആശങ്കയുണ്ടായിരുന്നു ചേട്ടന്?
ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷെ ഇതിങ്ങനെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള കൺവിക്ഷൻ എനിക്കുണ്ടായിരുന്നു അവിടെ. പക്ഷേ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചന്ദ്ര ചേച്ചിയോടാണ്. അതിനുശേഷം നീരജേട്ടനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ക്വസ്റ്റ്യൻ അല്ല, ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ സംവിധായകനടക്കം കുറേ യങ്സ്റ്റേഴ്സ് ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ എന്തായാലും ഒരു ക്യാമ്പസ് ഫീൽ ആയിരിക്കും സെറ്റിലല്ലേ. ഏറ്റവും കൂടുതൽ ചേച്ചി പറ്റിച്ചതാരാ അവിടെ വെച്ചിട്ട്? പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അത് തീർച്ചയായിട്ടും ഉണ്ണിയായിരിക്കും. ആണോ ചാന്ദി? ആരും പറ്റിച്ചിട്ടില്ല, മോളെ കളിയാക്കാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ കളിയാക്കിയതാരാ? ഇവിടെ രണ്ടാൾക്കാർ ഇരിക്കുന്നില്ലേ, അവരിങ്ങനെ ടീം അപ്പ് ആവും. അപ്പം യൂഷ്വലി ഞാൻ നടുവിലായിരിക്കും. അപ്പം ഇവിടുന്ന് ഒരാൾ അറ്റാക്ക് ചെയ്യും, അപ്പം മറ്റേ സ്ഥലത്ത് ഒരാൾ അറ്റാക്ക് ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആരാ? ഇങ്ങനെ അറ്റാക്ക് കിട്ടുമ്പോൾ ലുക്മാൻ ആണോ? സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടല്ലോ, ഇതും ചേരും, എല്ലാവരും ചേർന്ന് ഇങ്ങനെ വരും. എന്താ വെച്ചാൽ കളിയാക്കാൻ കുറച്ച് എളുപ്പമാണ്. ഭാഷ പ്രോബ്ലം, ലൈക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. സോ ഇറ്റ്സ് ഈസി ടു മേക്ക് ഫൺ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഫണ്ണി എക്സ്പീരിയൻസ് സെറ്റില്? നെക്സ്റ്റ് നീരജേട്ടനോടുണ്ട് ഒരു റിക്വസ്റ്റ് ആണ്. നജീമിക്ക് പാടുമ്പോൾ എന്തെങ്കിലും 2 സ്റ്റെപ്സ് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുമോ? കൊറിയോഗ്രാഫർ കൂടിയാണല്ലോ. 2 സ്റ്റെപ്സ് എന്നല്ല, അങ്ങനെയല്ല, നല്ലൊരു കൊറിയോഗ്രാഫറാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഡാൻസ് സ്റ്റെപ്സ് കാണാൻ ഇഷ്ടമുണ്ടാവും. ഡാൻസ് ഒന്നാമത് നമ്മൾ പാട്ട് വേണം. രണ്ടാമത് ഡാൻസ് ഇസ് ബേസ്ഡ് ഓൺ റിതം, ബേസിക്കലി ബീറ്റാണ്. അപ്പം ബീറ്റ് ബോക്സിങ് ചെയ്യാൻ ആർക്കെങ്കിലും അറിയെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ല, സീരിയസ്ലി, അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവസരം ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യായിരുന്നു. ഈ ഉണ്ണിയേട്ടനെ 2 പുഷപ്പ് കാണാൻ പറ്റുമോ? മ്യൂസിക് വേണ്ടല്ലോ. ഉണ്ണിയുടെ വാർഡ്രോബിലുള്ള ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള തുണി ഇട്ടിട്ടാണ് ഉണ്ണി വന്നിരിക്കുന്നത്. പ്രശ്നമാണ്, അതുകൊണ്ട് രക്ഷിച്ചു അല്ലേ. എന്തായാലും പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നജീമോടെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. നജീം, ബിജി ബാലേട്ടൻ ഈ പാട്ട് പാടാൻ വിളിച്ചപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നത്? ഇതൊരു പ്രണയഗാനമാണ്, പാടി വന്ന് പിന്നെ അതൊരു എന്താ പറയുക, ദൈവത്തോടുള്ള പ്രണയത്തെ പറ്റി പറയുന്ന പാട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രീഫ് തന്നിരുന്നോ? ഞാൻ ഇതിൻ്റെ വിഷ്വൽസ് എനിക്ക് കാണിച്ചു തന്നായിരുന്നു ബിജി ചേട്ടൻ. പക്ഷെ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസ്ഡ് ആയി. കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ്. അപ്പോൾ തന്നെ നമുക്ക് പാട്ടിലേക്ക്, കാരണം അത്രയും വളരെ എൻ്റെ ഓരോ ഫ്രെയിംസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് മറ്റേ വേർഷൻ വേറൊരു, കാരണം 3 പേരാണ് ചേർന്നാണ് പാടിയിട്ടുള്ളത് പാട്ട്. സൗമ്യയാണ് ഡ്യുവറ്റ് പാടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ പാലക്കാട് ശ്രീറാം സാറ്. ഉണ്ണി അഭിനയിച്ച സിനിമയിൽ 2ാമതാണ് ഒരു പാട്ട് പാടുന്നത്. മൂന്നാമത്തെ സിനിമയാണ്. അതെ, ഞാൻ ഇത് പാതിരാമണൽ അത് പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മഴനില കുളിരമായി എന്നുള്ള വിക്രമാദിത്യൻ്റെ പാട്ട്. പിന്നെ ഇന്ന് ഈ പടം, പിന്നെ സ്റ്റൈലിലും ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഇനി വരുന്ന അദ്ദേഹത്തിന്റെ പടത്തിലും. ഈ പാട്ട് മോഹസിൻ ആദ്യം കേൾക്കുന്നത് നജീം പാടിയിട്ടാണോ ബിജു ബാലേട്ടൻ കേൾപ്പിക്കുന്നത്? എല്ലാ പാട്ടും ബിജേട്ടൻ പാടിയിട്ടാണ് ആദ്യം. അപ്പോൾ എനിക്ക് പിന്നെ ഫൈനലായെന്ന് പറഞ്ഞാൽ നജീം പാടിയത് അയച്ചു വരുമ്പോൾ ലൈക്ക് അതിനൊരു ഭയങ്കര എനർജി. ബിജേട്ടൻ പാടുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു, ബിജേട്ടൻ പാടുന്നത് കേട്ടുകൊണ്ടിരിക്കുക എനിക്ക് വേറൊരു സെന്റിമെന്റ്സും കൂടി ഉണ്ട്. ലൈക്ക് ബിജേട്ടൻ്റെ ഓൺ വോയിസ് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ സിനിമയുടെ ഒരു ടോട്ടാലിറ്റിക്ക് നജീം പാടിയത് ഭയങ്കരമായിട്ട് അതിനെ എൻഹാൻസ് ചെയ്തു. ആസ് എ ഡയറക്ടർ ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ എന്താണ് കൽബ് എന്നുള്ള വിളി സന്തോഷേട്ടൻ ചേർത്തത് ഞങ്ങൾ പിന്നീട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അജുയുടെ ക്യാരക്ടർ, അജു ഒരു ജ്യേഷ്ഠ സുഹൃത്തായിട്ടാണ് എല്ലാവരും അജു വിളിക്കുക കൽബേ എന്നാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ചോദ്യം ലുക്കിനോടാണ്. ശരിക്കും പേരാണോ ഇത് ലുക്മാൻ? അതെ, ശരിക്കും പേരാണ് ലുക്മാൻ. അമ്മയച്ഛനിട്ട പേരാ? പക്ഷേ അല്ല, പേരില്ലെങ്കിൽ ഒരു ലുക്ക് ഇരുന്നോട്ട് വെച്ചിട്ടാണ്. മുത്താണ്, മുത്ത്. വീട്ടില് എന്താ വിളിക്കുക? ലുക്കൂന്ന് വിളിക്കും. അങ്ങനെ സ്നേഹമുള്ളവരൊക്കെ ലുക്കൂന്ന് വിളിക്കാം. ഇവരൊക്കെ ഞങ്ങൾ ലുക്കു എന്നല്ല വിളിക്കാറ്, ലുക്കു സാർ എന്നാണ് വിളിക്കാറ്. ലുക്കു സാർ. അതെ, സെറ്റിലെ ട്രാൻസ്ലേഷൻ ഉള്ളതുകൊണ്ടാണോ? അല്ല, ലുക്കു സാർ എന്നാണ് ഞങ്ങൾ വിളിക്കാറില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഒരു സെറ്റിന് മൊത്തം ഒരു കളക്റ്റീവ് റെസ്പെക്ട് അച്ചീവ് ചെയ്ത ആളാണ്. അതെ, ഒന്ന് പൊങ്ങി. ലുക്കു സാർ വരുന്നുണ്ട്, അങ്ങനെയാണ് ഞങ്ങൾ ബിഹേവിയറുള്ളത്. ലുക്കു സാർ ഷോർട്ട് റെഡിയാണ്, അങ്ങനെയാണ് ഞങ്ങളൊരു. പക്ഷെ എനിക്ക് ലുക്കുമാണ് എൻ്റെ കേൾപ്പത്തില്. അത് മറ്റേ വെറും ഷിയർ ഈഗോ ആണ്. ഒരു വേറൊരു റേസിംഗ് സ്റ്റാറിനോട് വരുന്ന അല്ല, ഈഗോ അല്ല, ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. ബിക്കോസ് ഞാൻ കേൾപ്പത്ത് കണ്ടിട്ട് ഇവൻ വന്നു പോകുന്ന ഏത് സീനായാലും ലൈക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ പറയും ചെയ്തു, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയും ചെയ്തു, ലൈക്ക്
വെറും ഒരു സപ്പോർട്ടിങ് ആക്ടറോ അല്ലെങ്കിൽ ഒരു നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഈ ക്യാൻ ബി എ വെരി ഗുഡ് സോളോ ഹീറോ ആയിട്ട് വരാം. ബിക്കോസ് ഭയങ്കര ചാമിങ് ആണ്. ബിക്കോസ് എൻ്റെ പല ഫ്രണ്ട്സ് സിനിമ കണ്ടിട്ട് പറയാണ്, സോ ഇവൻ്റെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. സോ ഐ ഫെൽ ലൈക്ക് ഓക്കെ ജെനുവിൻലി എ വെരി ഗുഡ് ആക്ടർ. പിന്നെ സ്പോണ്ടേനിയസ് ആണ്. അങ്ങനെ ഒറ്റ ഡയലോഗിൽ വരെ ഇവന് ചിലപ്പോൾ പലതും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എനിക്ക് ഇല്ല, ഞാൻ പറയാൻ പോയെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രൊഡ്യൂസർ ആയിട്ടാണെങ്കിൽ ഞാൻ ലുക്കുവിനെ സോളോ ഹീറോ ആയിട്ട് വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാണ്. ഇത് ഞാൻ വെറുതെ പറയണില്ല, ആത്മാർത്ഥമായിട്ട് പറയാം. ഞാൻ ഇപ്പൊ കരയും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് എന്തൊക്കെ കോംപ്ലിമെന്റ്സ് ആയിട്ട് നീരജ് പറഞ്ഞില്ല, അതൊന്ന് പറയാമോ? ലുക്കിന്റെ ക്യാമറ ലുക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും. പറയൂ. മതിയായില്ല ഞങ്ങൾക്കൊന്നും. അതായത് ഇത് ലുക്കു ഭയങ്കര വളരെ ടാക്ടിക്കലി മൂവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ലുക്കുവിന് ഒരു ഷോട്ട് ലുക്കുവിന്റെ പെർമിഷനോട് കൂടി പെർമിഷൻ പറഞ്ഞു. അതായത് സംഭവം നല്ലൊരു സാധനമാണ്. പറയാം. അതായത് സംഭവം വെച്ചാൽ ലുക്കു ഇങ്ങനെ ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലുക്കുവിന് ഷോട്ട് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ലുക്കു എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇവിടം വരെ പറയണം, മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി എന്ന ഡയലോഗ്. അപ്പോൾ ലുക്ക് ഇങ്ങനെ മല പോലെ വന്നത് മഞ്ഞ് പോലെ പോയി. ക്യാമറയിലേക്ക് ലുക്ക് എങ്ങനെയാലും വരും. അപ്പം ഡയറക്ടർക്ക് ലുക്ക് ഈ ലുക്ക് ഒഴിവ്, ക്യാമറയിലേക്കുള്ള ലുക്ക് ഒഴിവ് പ്രശ്നമാണ്. മല പോലെ വന്നത് മഞ്ഞ് പോലെ എങ്ങനെയായാലും ക്യാമറ ലുക്ക്. അപ്പോൾ ലുക്ക് ഫൈനൽ ഷോട്ടാണ്. ഇതില്ലെങ്കിൽ ഇത് ഈ ക്ലോസ് കട്ട് ചെയ്യും. ക്യാമറ ലുക്ക് അവോയ്ഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്തു തോന്നും. ഇപ്പോൾ ലാസ്റ്റ് ടേക്കിൽ ലുക്ക് ചെയ്ത സംഭവം മല പോലെ വന്നത് മഞ്ഞ് പോലെ സംഭവം അങ്ങനെ ഒരു സംഭവം ഇല്ല. ക്യാമറയുടെ അവിടെ എത്തിയപ്പോ ഒരു കുരിപ്പിട്ട്. അപ്പൊ അങ്ങനെ ക്യാമറ ലുക്ക് ഒഴിവാക്കി ലുക്ക് വളരെ സക്സസ്ഫുള്ളി ആ ഷോട്ടിൽ അവിടെ ഒരു മല സൃഷ്ടിച്ചു. ഒരു കൾട്ട് ഷോട്ടായി, കൾട്ട് ടെക്നിക്കായി മാറി. അങ്ങനെ സംഭവം നീരജ് അവിടെ ഇരുന്നുണ്ടാക്കിയാണ്. എന്താണ് സത്യം എന്ന് പറയൂ. സത്യമാണ്. ഇനിയിപ്പോ അവനത് നിഷേധിക്കുമായിരിക്കും, പക്ഷെ നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ. അതെ, അതുകൊണ്ട് ലുക്കുവിനെ കൂടുതൽ ഇഷ്ടമായി അവർക്ക്. അതുകൊണ്ട് ആ ഒരു സംഭവത്തോടു കൂടി അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം പറഞ്ഞേ. വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആരാണ് ലുക്മാന്റെ പേരിട്ടല്ലേ? എന്താണ് എല്ലായിടത്തും ചോദിക്കാറുണ്ട്, പഠിക്കുമ്പോഴും കോളേജ്. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരായിരിക്കും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ അധികം കേൾക്കാത്ത പേരാണ്. അല്ല, കോമൺ ഒന്നല്ല. അല്ലേ? അല്ല, സമ്മതിക്കില്ല. കോമൺ അല്ല. ഒരു ലുക്മാനേ ഉള്ളൂ, അത് ലുക്കുവാണ്. അത് മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടോ? ചോദിച്ചോളൂ. ചെറുപ്പത്തിൽ ആരാകാനായിരുന്നു ആഗ്രഹം? ഞാൻ ചെറുപ്പത്തിൽ ബേസിക്കലി ഭയങ്കര കൺഫ്യൂഷൻ പിടിച്ചൊരു അവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ ഒരു പോലീസ് ഓഫീസറിനെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് ആവണമെന്നുണ്ടായിരുന്നു. ഡോക്ടർ, എഞ്ചിനീയറൊക്കെ പോയി. ബിക്കോസ് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കോമേഴ്സ് എടുത്തത്. പിന്നെ ഇറ്റ് വാസ് ആർമി. അങ്ങനെ കുറേ കൺഫ്യൂഷനിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ +2 കഴിഞ്ഞിട്ട് ഈ ഒരു കൺഫ്യൂഷൻ്റെ ബേസിൽ ഞാൻ പഠിത്തം നിർത്തി. ആൻഡ് ഐ ജോയിൻഡ് കമ്പനി. അവിടുന്ന് പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ഫ്രണ്ട് സർക്കിളിൻ്റെ ബേസിലാണ് ഞാൻ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അവിടുന്ന് പിന്നെ ഐ തോട്ട് ഐ ഷുഡ് ഫിലിം ഐ തോട്ട് ഐ എം ഗുഡ്. എനിക്കിങ്ങനെ സ്റ്റോറി നരേഷനും ലിറ്ററേച്ചർ ഭയങ്കര ഇഷ്ടമാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ സിനിമയിലേക്ക് ബിക്കോസ് വിഷ്വലൊക്കെ ആയിട്ട് ഒരു തീരുമാനമെടുത്ത് ഞാൻ ലോഹിദാസ് സാറിനെ കണ്ടു. ആൻഡ് പുള്ളിക്കാരനെ അസിസ്റ്റ് ചെയ്യാൻ പോയി. ഇനീഷ്യലി വാണ്ടഡ് ടു ബി എ ഡയറക്ടർ. പിന്നെ ഇങ്ങനെ അവസരങ്ങൾ കിട്ടി ഞാനൊരു നടനായി മാറി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ വിവേക് ചോദിച്ചപ്പോൾ ലൈക്ക് എനിക്ക് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ആക്ടറായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആക്ടറാവും, ഇത്രയും സിനിമകൾ ചെയ്യുന്നു. ഓൾവേസ് ബീൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു ക്രിയേറ്റീവായിട്ട് ഒരു ഏജിൽ. സോ പിന്നീട് ഇങ്ങനെയൊക്കെ ആയി പോയി. മേ ബി ഇൻ ദ ഫ്യൂച്ചർ പടം ഡയറക്റ്റ് ചെയ്യാനും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും എല്ലാം ആഗ്രഹമുണ്ട്. ലൈക്ക് കീപ് ഡ്രീമിങ്, അങ്ങനെയാണ് ഒരു സംഭവം. പോലീസ് ഓഫീസർ ആവണം എന്നുള്ളത് വിക്രമാദിത്യനിലൂടെ സാധ്യമായിരുന്നു. അങ്ങനെ സിനിമയിൽ വന്നിട്ട് എനിക്ക് ഇനിയിപ്പോൾ എല്ലാത്തരം ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. വക്കീലായിട്ട് അഭിനയിക്കണമെന്നുണ്ട്, പിന്നെ ഡോക്ടർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സോ സിനിമ ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു ഓപ്ഷൻ എനിക്ക് എപ്പോഴും തരും. അതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല സിനിമയിലൂടെങ്കിലും ചെയ്യാം. അത് ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ സംവിധായകനാവണം, പ്രൊഡ്യൂസർ ആവണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു കുസൃതിച്ചതും ചോദിക്കുകയാണ്, ലുക്മാനെ നായകനാക്കി മോസിൻ ഒരു കഥയുമായിട്ട് വന്ന് പ്രൊഡ്യൂസ് ചെയ്യുക. ലുക്മാനെ മോസിൻ ഡയറക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ വേറൊരു സംഭവമുണ്ട്. മോസിൻ എൻ്റെ കരിയർ ഷട്ടർ ഞാൻ അടുപ്പിക്കില്ല, പേടിക്കണ്ട. മോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് എൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈവൻ എൻ്റെ ഒരു ഇവനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കും. ബിക്കോസ് ഈസ് എ വെരി, ഞാൻ മനസ്സിലാക്കിയതോളം മോസിൻ ഭയങ്കര ഫാൻറ്റസി സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആനിമേറ്റഡ് സിനിമകൾ, ഏത് സിനിമ റിലീസായാലും ഞാൻ ലുലു മോളിൽ പോയിട്ട് 3D കാണും. ബിക്കോസ് കാർട്ടൂൺ മൂവീസിൽ വരുന്ന ഒരു എന്താ പറയുക
പെട്ടെന്ന് ഒരാളെ അടിക്കുമ്പോൾ അയാൾ ഒട്ടിപ്പോവും. ടോം ആൻഡ് ജെറി കണ്ടില്ലേ, പിന്നെ പ്ലക്ന്ന് ഓപ്പൺ ആൻഥണി സ്റ്റീവൻസൺ. അപ്പോൾ എനിക്കത് ഭയങ്കര ഫാന്റാസ്റ്റിക് ആയിട്ട് തോന്നിയ സംഭവമാണ്. അപ്പോൾ അനിമേഷൻ മൂവീസ് ഭയങ്കര നല്ലതാണ്, ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ്, വലിയ സിനിമകൾ. അപ്പോൾ ഫാൻറ്റസി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് മോസിൻ. അപ്പോൾ മോസിനെ കൊണ്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇഫ് യു ഡസ് ഇറ്റ് ഫോർ മീ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അത് ഞാൻ എടുത്തു വെക്കാൻ കാരണം സ്ക്രിപ്റ്റ് ഇതിന്റെ കേൾട്ടൻ 10ന്റെ സ്ക്രിപ്റ്റ് വായിച്ചില്ല, ഇനിയെങ്കിലും വായിക്കാൻ തരുമെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ അത്രയും കോൺഫിഡൻസ് അല്ലെങ്കിൽ അത്രയും വിശ്വാസം മോസിനിലുണ്ടായിരുന്നു. അതന്നെ, സ്ക്രിപ്റ്റ് ഏകദേശം നമ്മൾ വായിക്കുന്നതും ഒരാൾ പറഞ്ഞു തരുന്നതും ഇറ്റ്സ് വൺ ആൻഡ് ദ സെയിം. ഒരാൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെതായ രീതിയിൽ അതിനെ കൺസ്ട്രക്ട് ചെയ്യും. ബെറ്റർ മോസിൻ പറയുമ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ്, ലൈക്ക് ക്ലാരിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് നറേറ്റർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ സിനിമ കണ്ടവരൊക്കെ മോസിൻ നല്ല രീതിയിൽ സിനിമ ഡയറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവനെ അറിയാം, അവൻ്റെ പ്രശ്നം എത്രയേ ഉള്ളൂ. ലൈക്ക് ഇവൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ആക്ഷൻ ഞാൻ പിന്നെ റൂമിലേക്ക് ഇവൻ ആദ്യമായിട്ട് വിളിച്ചു പോയപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ സൂപ്പർമാൻ്റെ ഒരു വലിയ പോസ്റ്ററാണ് കണ്ടത്. പിന്നെ മച്ചാനെ എഴുന്നേറ്റ് വന്നപ്പോൾ സൂപ്പർമാൻ്റെ ഒരു ടീഷർട്ട് ഇട്ട് വന്ന് ഞാനപ്പോൾ തന്നെ ഓക്കെ. എന്നിട്ട് ചോദിച്ചു എന്നെ കാണാൻ സിൽവർ സ്റ്റാലിനെ പോലെ ഉണ്ടെന്ന് ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഓക്കെ ഇരിക്കും, നമുക്ക് ചായ കുടിക്കാൻ പോയില്ലേ എന്ന് ചോദിച്ചാൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മച്ചാൻ ആഗ്രഹങ്ങൾ ഉള്ള സിനിമ, ലൈക്ക് അത് എനിക്കും ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകളുണ്ട്, പക്ഷെ എനിക്ക് അതിനുള്ള ക്രാഫ്റ്റ് ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സിനിമകൾ. പക്ഷെ ഞാൻ അന്ന് വൈകിട്ട് തന്നെ പോകുമ്പോൾ അന്ന് ഞങ്ങൾ കേട്ടമ്പത്തൊന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. കേട്ടമ്പത്ത് എൻ്റെ കയ്യിലുണ്ടെന്ന് ഉണ്ണിക്കറിയാം, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അല്ല, ഉണ്ണിക്ക് ആ കഥ എൻ്റെ കയ്യിലുണ്ടെന്ന് അറിയാം. ഞാനിങ്ങനെ ഫീൽ ഗുഡാണ് ഒരു പരിപാടി, ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണെന്ന് അറിയാം. അപ്പോൾ ഉണ്ണി ഞാനും ഒരുമിച്ച് ചെയ്യേണ്ട പരിപാടി ഇങ്ങനെ ആയിരിക്കില്ല, ഉണ്ണിയും അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് പുറകിലായിരുന്നില്ല ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് സിനിമ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഈ 2-3 ഈ ചോദ്യങ്ങളും പരിപാടികളും കണ്ട് പുറത്തു പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്നത് ഈ മച്ചാനെ വെച്ച് ചെയ്യാൻ പറ്റിയ പടത്തിൻ്റെ പേര് അസാമാന്യ കുമാരൻ എന്നാണ്. അപ്പോൾ അത് വെറുതെ ഒരു ഐഡിയ സ്ട്രൈക്ക് ആയി വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ ആ സ്വപ്നമുണ്ട്, ഇവനെ വെച്ചിട്ട് ഒരു അസാമാന്യ കുമാരൻ്റെ പേരിട്ടിട്ട് ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഫാന്റസി ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ പേര് ഞാൻ ഇൻസ്പയർഡ് ആയത് ബാലമംഗളത്തിൽ നിന്നാണ്. അടുത്ത സിനിമ അസാമാന്യ കുമാരൻ. അല്ല, അത് വലിയൊരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് തന്നെ വരും. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഫാന്റസി ലൈനിലായതുകൊണ്ട് അതിന് ലിമിറ്റേഷൻസ് പലതും ഉണ്ട്. ബഡ്ജറ്റ് എപ്പോഴാണ് ചെയ്യുന്നില്ല, പക്ഷേ ഞങ്ങൾ ചെയ്തിരിക്കും. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഫിലിം. ഐ പേഴ്സണലി ഫീൽ ഇറ്റ് ദാറ്റ് വേ. 7ാം ക്ലാസ് സൂപ്പർമാന്റെ ടീഷർട്ട് ഇട്ട അസാമാന്യ കുമാരൻ. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ക്യാരക്ടറിന് ഒരു വിലയില്ലേ. മറ്റേ ടീഷർട്ട് വരും അസാമാന്യ കുമാരൻ. 7ാം കുമാരൻ. രണ്ടുപേരും മൊട്ടമാരെന്ന് വിചാരിക്കും. 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ വിചാരിച്ചത് ഈ സൂപ്പർമാൻ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയിലാണ് ഏറ്റവും വലിയ കൂടുതൽ പ്രശ്നങ്ങൾ, അതുകൊണ്ട് സൂപ്പർമാൻ അവിടെയാണ്. പിന്നെ ചാന്ദ്രൻ വന്നപ്പോൾ മനസ്സിലായി അതിനുള്ള ഒരു സാധ്യതയില്ല അമേരിക്കയിൽ, അങ്ങനെ ഒരു സാധ്യത. കാരണം ഏലിയൻസ് ഒക്കെ വന്നു തുടങ്ങി, പിന്നെ രക്ഷയില്ല സൂപ്പർമാൻ വരാതെ. ഇപ്പൊ തമാശക്ക് പറഞ്ഞു അസാമാന്യ കുമാരൻ മുസ്ലിമൊക്കെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഏത് ഫിക്ഷണൽ ക്യാരക്ടറിന് ചെയ്യാനാണ് ഉണ്ണിയേട്ടൻ്റെ ഒരു ഡ്രീം റോളായിട്ട് മനസ്സിൽ ഏതാണുള്ളത്? എനിക്ക് സൂപ്പർമാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എനിക്ക് സൂപ്പർമാനിൽ ഭയങ്കര എന്താ പറയുക, പുള്ളിക്കാരൻ ഈ സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്. എസ് എന്നൊരു സിമ്പിൾ ഇസ് ലൈക്ക് ഹോപ്പ്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് ലൈക്ക് എപ്പോഴും നമുക്ക് ലൈഫിൽ ഒരു ഹോപ്പ് വേണം, രക്ഷപ്പെടാനും ജീവിക്കാനും, ലൈക്ക് എവറിത്തിങ്. ലൈക്ക് സോ എനിക്ക് ഞാൻ പറഞ്ഞില്ല 7ാം ക്ലാസ് വരെ ഈ ചങ്ങായി ശരിക്കും ഉണ്ട്. ആൻഡ് അമേരിക്കയിൽ ഭയങ്കര പ്രശ്നമായത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. സോ 7th സ്റ്റാൻഡേർഡ് ഇസ് ലൈക്ക് ഐ എം 13 years old. പക്ഷേ സ്റ്റിൽ എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ബട്ട് ഐ കെയിം ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ആ ഒരു ഫാൻറ്റസി വേൾഡിൽ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആനിമേഷൻ മൂവീസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാറും അത് എൻജോയ് ചെയ്യാൻ. ഇപ്പോൾ അത്തരം സിനിമകൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്നില്ല? ക്രിഷൊക്കെ ആയപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ മലയാളത്തിൽ
സിൻസ് ഐ ബിക്കം ആൻ ആക്ടർ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈവൻ എൻ്റെ അടുത്ത് സൂപ്പർമാൻ ആണെങ്കിൽ കുറച്ച് പ്രശ്നമല്ലേ, കാരണം നമ്മൾ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ജോക്സ് കാണുന്നത് സൂപ്പർമാൻ്റെ ഡ്രസ്സിനെയൊക്കെ പറ്റി. അപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ചമ്മലില്ലേ? അസാമാന്യകുമാരൻ അവന് പുറത്ത് ആ സാധനം വിട്ട് വരുമോ എന്നുള്ള ചോദ്യമല്ലേ? വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന സൂപ്പർമാന്റെ കോസ്റ്റ്യൂം പുറത്തിട്ട് വരുമോ എന്നുള്ള ടെൻഷനാണ് കുട്ടിക്ക്. അപ്പൊ അങ്ങനെ ചമ്മലൊന്നും ഇല്ല എന്ന് ചോദിക്കുന്നത്. ചമ്മലൊന്നും ഇല്ല ഉണ്ണിയേട്ടന് അങ്ങനെ കുറച്ച് ജോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാല്? ഇല്ല, ഈ എന്താ പറയുക പഴഞ്ചൊല്ലുണ്ടല്ലോ, മാങ്ങയോണ്ട് എന്താ പറയുക പറയടാ മറ്റേ. എനിക്ക് മനസ്സിലായി വേണ്ട. ബട്ട് ഞാനത് ഭയങ്കര സ്പോർട്ടിങ്ങിൽ എടുക്കുന്ന ആളാണ്. ബട്ട് നല്ലതാണ് അങ്ങനെ ഒരു സംഭവം വന്നാലും. സീമാൻ ഇത് ഇറങ്ങിയിട്ടുമില്ല, നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെയാണ്, പക്ഷെ നമ്മളിങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നു, അത് ഇറ്റ് കംസ് ഔട്ട്. സോ ഞാൻ പറയുന്നത് അസാമാന്യകുമാരന്റെ ചില ലക്ഷണങ്ങളുണ്ട് ഇങ്ങനത്തെ പറയുന്നത്. പക്ഷേ ഇറ്റ് ബി എ ഗുഡ്. ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഒരു വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് എനിക്കും കുറേ സിനിമകൾ ചെയ്യണം, ഇവനും ചെയ്യണം. അത് ചിലപ്പോൾ ഭാഗ്യം എന്തെങ്കിലും ലോട്ടറി ഞങ്ങൾ ഇടയ്ക്ക് എടുക്കാറുണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും അല്ലേ, ലോട്ടറി ടിക്കറ്റ്. അപ്പോൾ തീരുന്നില്ല KL10 10 എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ. ഇതേ സിനിമയും ഇതേ ടീമും ഇതേ അഭിനേതാക്കളുമായി വീണ്ടും കാണുന്നത് വരെ